ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ത്രിപുരയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര് എന്ത്? വാസുകി ഇൻഡിക്കസ് എന്താണ്? ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേരാണ് വാസുകി ഇൻഡിക്കസ്. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോടുകാരനായ PA അശ്വിൻ്റെ ഹ്രസ്വചിത്രം ഏത്? ദ റൂം വിത്തിൻ എന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോടുകാരനായ PA അശ്വിൻ്റെ ഹ്രസ്വചിത്രമാണ്. ഓപ്പൺ AIയിലെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത് ആര്? പ്രഗ്യാ മിശ്രയാണ് ഓപ്പൺ AIയിലെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത്. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്ത രാജ്യം ഏത്? ഫിലിപ്പൈൻസിലേക്കാണ് 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്തത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ നിർമ്മിച്ചത് ഇന്ത്യൻ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ്. ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇതിൻ്റെ വേഗത. മധ്യദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. കര, വിമാനം, കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കും. റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമാണ് ബ്രഹ്മോസ്. ഇന്ന് ബ്രഹ്മോസിൻ്റെ 85% ഘടകങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. എന്തൊക്കെയാണ് ബ്രഹ്മോസിൻ്റെ പ്രത്യേകതകൾ? ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇതിന് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയുണ്ട്. നിർമ്മാണം ഇന്ത്യൻ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ്. കര, വിമാനം, കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവയിൽ നിന്നൊക്കെ ഇത് വിക്ഷേപിക്കാം. റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്ന് ബ്രഹ്മോസിൻ്റെ 85% ഘടകങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. മധ്യദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് 2024 ഏപ്രിൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത രാജ്യമാണ് ഫിലിപ്പീൻസ്. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനാണ് 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച വ്യക്തി. 2024 ഏപ്രിലിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് അൽ ബാഷ കൊട്ടാരം. 2024 ഏപ്രിലിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് അൽ ബാഷ കൊട്ടാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ത്രിപുര. ഗുജറാത്തിൻ്റെ കച്ചിൽ നിന്നും കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേരാണ് വാസുകി ഇൻഡിക്കസ്. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോടുകാരനായ PA അശ്വിൻ്റെ ഹ്രസ്വചിത്രമാണ് ദ റൂം വിത്തിൻ. ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21 ഓപ്പൺ AIയിലെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത് പ്രഗ്യാ മിശ്രയാണ്. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്ത രാജ്യമാണ് ഫിലിപ്പീൻസ്. ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2024 ഏപ്രിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് അൽ ബാഷ.